സദൃശവാക്യങ്ങൾ 29 26 അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു, മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. പ്രിയമുള്ളവരെ, അനേകരും ഈ ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ അധികാരികൾക്കും അധിപതികൾക്കും വലിയ ശക്തിയുണ്ട്, അവർ പവർഫുള്ളാണ് എന്ന് മനസ്സിലാക്കി അവരെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അവരെ എങ്ങനെയെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്, അവർക്ക് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ പ്രസാദിപ്പിച്ച് അവരിൽ നിന്നും കൂടുതൽ നന്മ അനുഭവിപ്പാൻ ഈ ലോക മനുഷ്യർ ആഗ്രഹിക്കുന്നു. അവരുടെ ഒരേ ഒരു ലക്ഷ്യം തൻ്റെ അധിപതിയെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രസാദിപ്പിക്കണം. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് എപ്പോഴും തീരണം. വേദപുസ്തകം നമ്മളെ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ ഓർപ്പിക്കുമ്പോൾ ഓരോ രാജാക്കന്മാരുടെ കാര്യം പറയുമ്പോഴും അവിടെ പറയുന്നു, അവൻ ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് ചെയ്തു, അവൻ യഹോവയ്ക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്തു. ചില രാജാക്കന്മാരെക്കുറിച്ച് അങ്ങനെ ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ്റെ ന്യായവിധി യഹോവയാലാണ് വരുന്നത്. അപ്പോൾ നാം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നീതി ഒരിക്കലും തടയപ്പെടുകയില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ ന്യായവിധി അനുഗ്രഹം ദൈവമക്കൾക്ക് നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.